ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളുടെ തന്നെ ഒരു തുടർച്ചയായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ വരുന്നത്. ആദ്യകാലത്തെ എൻ്റെ വർക്കുകൾ ഒരു ഹ്യൂമൻ ബോഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. അപ്പം ഹ്യൂമൻ ബോഡി ആസ് എ ടൂൾ എന്ന രീതിയിലും അതുപോലെ തന്നെ അതൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന രീതിയിലും ഈ ബോഡി എന്നുള്ളത് കുറച്ചുകൂടെ ഒരു വിശാലമായ ഒരു അർത്ഥത്തിൽ ഞാൻ കാണാൻ തുടങ്ങി. മൊത്തം ഒരു ഹ്യൂമൻ ബോഡി എന്നുള്ളത് അതൊരു എർത്ത് എന്നുള്ള രീതിയിലേക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് മാറുകയുണ്ടായി. ആ വർക്ക് ചെയ്യാനുണ്ടായ ഒരു കാരണം ഇന്നത്തെ നമ്മുടെ കേരളത്തിലൊരു സിറ്റുവേഷൻ നമുക്കറിയാൻ പറ്റും. വളരെയധികം ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നൊരവസ്ഥയാണ്. പലപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുതിയ ഓരോ പദ്ധതികളുടെയും പ്രൊജക്റ്റുകളുടെയും പേരിൽ നമ്മുടെ തന്നെ സ്ഥലത്ത് നിന്നും നമ്മൾ തന്നെ പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം യഥാർത്ഥത്തിൽ വളരെ പുരാതനമായിട്ട് തലമുറകൾ തോറും ഒരു ജീവിച്ച സ്ഥലത്ത് അതിൻ്റെ ജൈവികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കുടിയിറക്കപ്പെടുകയാണ്. അത് വികസനത്തിൻ്റെ പേരിലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പല പദ്ധതികളുടെയും പ്രൊജക്റ്റിൻ്റെയും പേരിലാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിലും അത്തരം പ്രൊജക്റ്റുകൾക്കോ പദ്ധതികൾക്കോ വേണ്ടിയുള്ള ഒരു സത്യസന്ധമായ രീതിയിലോ യാഥാർത്ഥ്യത്തോടെയുള്ള ഒരു രീതിയിലോ അല്ല നടക്കുന്നത്. മറിച്ച് വളരെ നിഷ്കരണമായിട്ട് സ്വന്തം ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം പ്ലേസിൽ നിന്നും സ്വന്തം സ്പേസിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അപ്പം ഇതിനകത്തൊന്നും തന്നെ മനുഷ്യരെ ഞാൻ കാണിച്ചിട്ടില്ല. അത് അത്തരത്തിൽ തന്നെയാണ്. കാരണം പുറത്താക്കപ്പെട്ടവരാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊരു ആബ്സെൻസിൽ നിന്ന് തന്നെ അവരുടെ ആബ്സെൻസിൽ നിന്ന് തന്നെ ഒരു ഹ്യൂമൻ പ്രസൻസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കൽ സാധാരണക്കാരുടെ മേൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് ഈ ഒരു പ്ലാനിങ് ഞാനിങ്ങനെ വരച്ചേക്കുന്നത്.